ഹലോ ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും ഉമ്മാൻ്റെ പഠിക്കണ എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വളരെ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടലച്ചോറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ കടല എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്തിട്ട് അതിനേക്കാളും കടലിട്ടതിനേക്കാളും കുറച്ച് മുകളിൽ വെള്ളം ചേർത്തിട്ട് ഒരു 3 വിസിലോട് കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങയും അതേപോലെ തന്നെ 2 കപ്പ് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകി വെള്ളമെല്ലാം വാർന്ന് വെച്ചേക്കുന്നതാണ്. ഇത് 3 വിസിലോട് കൂടി വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ട് ഇതേപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു വിസിൽ മതി. അതോട് കൂടിയിട്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ ചോറിൻ്റെ വേവിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ കുക്കറിനകത്ത് വെക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഒരു വിസിലോട് കൂടിയിട്ട് തന്നെ ചോറെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കടലച്ചോറ് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് കഴിക്കുന്നവരുണ്ട്. ഇതിലേക്ക് നല്ല ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എൻ്റെ ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.